ഇനി എന്തെങ്കിലും വെക്കാണ്ട് സിനോ? ഇതൊക്കെ നോക്കി അവിടെ വെച്ച വീഴുവോ ഗായ്സ്? അപ്പം നമ്മളിന്ന് എവിടുത്ത പോണ്? കക്കാടംപൊയിലിക്കല്ലേ അലേഹ? ഏയ് പോവാ. ഇനി ഒന്നും ഇല്ലല്ലോ, ഒന്നും മറന്നില്ലല്ലോ. ഒന്ന് കയറിക്കോ. വണ്ടിയുടെ ഒക്കെ കോലായിക്കണേ ഗായ്സ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഫാമിലി ട്രിപ്പാണ്, സിനുവിൻ്റെ വീട്ടുകാരൊപ്പമുള്ള ട്രിപ്പാണ്. ഓക്കെ, അപ്പോൾ ഇനി കക്കാടംപൊയിൽ വെച്ച് കാണാം. അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാറൊക്കെ കണ്ടാ നമുക്ക്. നമ്മൾ അന്ന് കഴിച്ച കടാടിപൊളിയല്ലേ? നല്ല അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമുക്ക് പോകുന്നത് ഫോഗി മൗണ്ടിലോട്ടാണ്. എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ കക്കാടംപൊയിലെത്തി അല്ലേ? നമ്മളവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, അതായത് ഇവിടെ വീട്ടിൽ നിന്ന് കുറച്ചേ ഉള്ളൂ, ഒരു 15-16 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അത് നല്ല അടിപൊളി റോഡിലൂടെ നമുക്ക് കയറാൻ കഴിയും. നമ്മൾ ഫുഡ് കഴിക്കാൻ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടോ. എല്ലാവരും ബിരിയാണിയാണ്. എനിക്ക് ഇവിടുത്തെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മുമ്പ് നമ്മൾ ഒരു വട്ടം കഴിച്ചിരിക്കണം. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ഫോഗി മൗണ്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇന്ന് മൺഡേ ആവുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ തിരക്ക് കാണുന്നില്ല. കാരണം സൺഡേയും സാറ്റർഡേ ഒക്കെ ഇവിടെ പിടുത്തം വിട്ട തിരക്കാണ്. അപ്പോൾ എന്തായാലും നമ്മൾ മൺഡേ നോക്കി പോകുന്നത് എന്താ വെച്ചാൽ നമുക്ക് എല്ലാത്തിലും കയറാനുള്ളൊരു ഇതുകൊണ്ടാണ്. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എത്തിയ പാടന്നെ ആദ്യം ഈ ചാടുന്ന ആൾ ആരാന്നറിയോ? സിനുവിൻ്റെ ഒപ്പയാണ് കേട്ടോ. എന്താണെന്നല്ല, നല്ല ധൈര്യമാണ്. ഞാൻ ഈ പച്ച ടാഗ് കയ്യുമ്പോൾ കെട്ടിയെന്നുള്ളൂ. എനിക്ക് തീരെ അങ്ങനത്തേലൊക്കെ കയറാൻ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. പിന്നെ സിനുവിൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ് ഗൈസ്. സിനുവിന് ഏത് ടൈമിലും സിനുവിന് ഒന്നിനും കയറാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കാരണം കഴിഞ്ഞ കൊല്ലം അലേഹ പള്ളയിലായിരുന്നു, ഇപ്രാവശ്യം അവൾ പള്ളയിലാണ്. അതുകൊണ്ട് അവൾക്ക് എന്താണെന്ന് വെച്ചാൽ അതിലൊന്നും കയറാനുള്ള ഒരു യോഗമില്ല. അവൾക്കിങ്ങനെ ഊനാലയിലിരിക്കുക, ഇതൊക്കെ കാണുക, ഈ ആംബിയൻസ് കാണാമെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ബാക്കിയുള്ളവരൊക്കെ അടിച്ചു പൊളിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് വലിയവർക്കും കുട്ടികൾക്കൊക്കെ എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് അഡ്വഞ്ചർ സാധനങ്ങളും പാർക്കിലെ ഒരുപാട് സംഭവങ്ങളും ഇവിടെ ഉണ്ട്. മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അലയൊക്കെ ഹാപ്പിയാണ്. ചാട് 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 ചാട്. ഹലോ ചെയ്യാൻ പാടില്ല. പിന്നെ എടുത്തു പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആംബിയൻസാണ് മക്കളെ. ഈ മാറപ്പുറത്തിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കോണിയൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ കൂടെ കയറൽ തന്നെ പ്രത്യേക രസമാണ് കേട്ടോ. എന്തായാലും മാഷാ അല്ലാഹ് അടിപൊളി സ്ഥലമാണ്. ഇനിയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും മുകളിൽ അത്യാവശ്യം സിനുവിന് എന്തായാലും സ്റ്റെപ്പ് കയറാൻ കഴിയില്ല, ഓള് താഴത്ത് നിൽക്കുകയാണ്. അങ്ങനെ നമ്മളൊക്കെ പാടെ കയറി പോകുന്നുണ്ട്. സിനുവിൻ്റെ ഉപ്പയുണ്ട്, അനിയത്തിയുണ്ട്. ഞങ്ങൾ നേരെ മുകളിൽ കയറിയിട്ട് അവിടെ ഒരു ഊനാലുണ്ട് കണ്ടോ. സിനുവിൻ്റെ ഉപ്പയും അനിയത്തിയാണ് കയറിയിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ലോങ് ഉണ്ട് കേട്ടോ. അത്രയും ലോങ് നമുക്ക് ആകാശത്തെ കൂടെ ഒരു കാഴ്ച കാണാൻ കഴിയും. ആകാശത്തെ കൂടെ അടിയിൽ പാർക്കിൽ ഇങ്ങനെ കോടമഞ്ഞ് മൂടിയ സ്ഥലം നോക്കാം. നല്ല സെക്യൂർഡ് ആയിട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത്. ഏറ്റവും മലയുടെ മുകളിലാണ് ഈ ഒരു പരിപാടി, കണ്ടില്ലേ? മലയുടെ മുകളിലാണ്. സിനുവൊക്കെ അടിയിലിരുന്ന ആടുണ്ട്. സിനുവും കുട്ടിയും അടിയിലിരുന്ന ആടുണ്ട്. കാരണം അവൾക്ക് ഒന്നിനും കയറാൻ കഴിയില്ല, കാരണം പ്രഗ്നൻ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വന്നപ്പോൾ അലേഹ വയറ്റിലാണ്. ഇപ്രാവശ്യം ആരാണെന്ന് അറിയില്ല. എന്നാലും അവൾക്ക് ഇത് രണ്ടിലും കയറാൻ പറ്റിയില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഇനി ഒരുമിച്ചൊക്കെ കയറാം. ഇനി അടുത്തൊരു കുട്ടി നമ്മൾ കുറച്ച് ബ്രേക്ക് എടുത്തിട്ടുള്ളൂ ഗായ്സ്. അങ്ങനെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി. ഞാനും എൻ്റെ മോള് തണുത്ത് വിറച്ച് കുത്തിരിക്കണ. പനി പിടിക്കുമോ കുട്ടിയെ? പനി പിടിക്കുമോ നമുക്ക്? ഗായ്സ് അടിപൊളി പ്ലേസ്, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ആ പുറത്ത് നോക്കിക്കാണി കോട കയറണുണ്ടല്ലേ, കോട. അതായത് ലൈഫിൽ ഒരു വട്ടെങ്കിലും നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ ഫോഗി മൗണ്ടിൽ വരാമെന്നുള്ളത് നമ്മൾ സജസ്റ്റ് ചെയ്യും കേട്ടോ. കാരണം എന്താ വെച്ചാൽ കൂടുതൽ ദൂരമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു മൊട്ടക്കുന്നിൻ്റെ മുകളിൽ കക്കാടംപൊയിലെ ഫോഗി മൗണ്ട് പാർക്കിൽ, അതായത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുമിച്ച് സന്തോഷിക്കാൻ പറ്റിയ അടിപൊളി പ്ലേസാണ്. ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട് സിനു? അടിപൊളി. സിനുവിന് വേറെ ഒന്നിനും കയറാൻ പറ്റിയില്ലെങ്കിലും ഇവിടുത്തെ വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു കോട, നല്ല തണുപ്പ്, വെള്ളമൊക്കെ വല്ല ഐസും കട്ടയിൽ ഇട്ട മാതിരി കേട്ടോ. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ
മസ്റ്റായിട്ട് ഈ മൺസൂൺ കാലത്ത് ഈ മഴക്കാലത്ത് തന്നെ ഫോഗി മൗണ്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു പ്രത്യേക വേറൊരു എക്സ്പീരിയൻസും കൂടെ കിട്ടുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തണുത്ത് വിറച്ച് ഈ ഒരു ചാറ്റൽ മഴ, ഈ ഒരു കോടയും, ഈ ഒരു പാർക്കും, ഇനി നൈറ്റ് നമുക്കുള്ള എന്താണ് നൈറ്റ് നമുക്ക് എന്താ വരുന്നത് വെച്ചാൽ ടെൻറ്റ് വരുന്നുണ്ട്, അതിൽ ക്യാമ്പ് ഫയർ വരുന്നുണ്ട്. ചെറിയ പൈസക്കാണ് നമുക്കിതെല്ലാം കിട്ടുന്നത് പൈസ. അപ്പം എന്തായാലും ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കക്കാടംപൊയിൽ ഫോഗി മൗണ്ട് ഓക്കെ. അപ്പം എന്തായാലും കുട്ടികൾക്കും വലിയവർക്കൊക്കെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ കിട്ടില്ല സ്ഥലം. ഇതിലൊക്കെ നമ്മൾക്ക് കുറേ ദൂരമൊക്കെ പ്ലാൻ ചെയ്ത് നിൽക്കുമല്ലോ, അങ്ങനത്തെ ഉള്ളവർക്ക് നല്ല എല്ലാവർക്കും. ഞാനിവിടെ അധികം കണ്ടതെന്ന് വെച്ചാൽ പുറം രാജ്യങ്ങളിൽ നിന്ന്, പുറം സ്ഥലങ്ങളിൽ നിന്ന്, അതായത് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്, കർണാടകയിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് നമ്മുടെ അടുത്തുള്ള അരീക്കോടും മലപ്പുറം പാലക്കാടുള്ള ആൾക്കാർക്ക് ഇത് വരുന്നുണ്ടാവും, പക്ഷെ ഞാനിവിടെ കൂടുതൽ അവരെ കാണുന്നത് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എടുത്താണ് അയച്ചിട്ട് നമുക്ക് എപ്പോഴും നമ്മളെ മലയാളികളുടെ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ പറ്റിയ ഒരുപാട് സ്ഥലമുണ്ടാവും, പക്ഷെ നാട്ടിലുള്ളതിന് വില ഉണ്ടാവില്ല എന്ന് പറയില്ല. നമുക്ക് എത്രയോ കിലോമീറ്റർ ഓടിങ്ങാണ്ട് വേറെ എവിടേക്കൊക്കെ പോകും, അത് ട്രാവലിംഗ് സുഖം. പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ ഇത്രയും നല്ലൊരു സംഭവം, ഇത്രയും നല്ലൊരു ക്ലൈമറ്റിൽ, ഇത്രയും നല്ലൊരു പാർക്കിൽ, ഇത്രയും ചെറിയൊരു എമൗണ്ടിൽ, ഇത്രയും ഫെസിലിറ്റീസിലും, ഇത്രയും സംഭവത്തിലും നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നിയില്ല. ഇതിങ്ങളൊരു പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല, കാരണം നമ്മളെ ജെനുവിൻ ഒപ്പീനിയനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വന്ന് നമ്മൾ ഒരുപാട് പാർക്കിലും ഒരുപാട് സ്ഥലത്തും ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ല. സിനുവിൻ്റെ ഫാമിലി ആണെങ്കിൽ എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാ രാത്രി നമുക്ക് ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റാക്കണം. ഇപ്പോൾ ഇതൊരു പൂളാണ് ഇതുണ്ടല്ലേ, ഇതൊരു കുഴപ്പമില്ലാത്ത ഇത് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ പൂള്. അതൊരു ഡാൻസ് കളിക്കാൻ പറ്റിയ സംഭവമാണ്. അതിൽ പാട്ടൊക്കെ ഇട്ടിട്ട് നല്ല മഴയൊക്കെ പെയ്തുങ്ങാണ്ട്. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് അവിടെ വേറൊരു പൂളുണ്ട്. അത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരമാല വരുന്ന രീതിക്കുള്ള പൂളാണ്. നിങ്ങൾക്ക് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവമാണ് കേട്ടോ. കാരണം മലയുടെ മുകളിൽ കൂടെ ഇതുപോലെ കളർ കൊണ്ട് സ്റ്റെപ്പ് ഇങ്ങനെ കയറി അതിൻ്റെ മുകളിൽ നിന്ന് എനിക്ക് തോന്നി അത്യാവശ്യം ലെങ്ത്തിലൊരു സിപ്പ് ലൈനാണ് അങ്ങേ അറ്റത്തേക്ക് പോകുന്നത്. ഏകദേശം എൻ്റെ ഒരു 1 കിലോമീറ്ററെങ്കിലും ഡിസ്റ്റൻസിൽ കിടക്കുന്നുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ളത്, അതായത് കുട്ടികൾക്ക് കളിക്കാനുള്ളതായാലും, അതായത് കുട്ടികൾക്ക് വലിയവർക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ കിറ്റിൽ നമ്മളൊക്കെ വേറെ സ്ഥലങ്ങളിൽ കാണൂലേ ഒരു അഡ്വഞ്ചർ, അതെല്ലാം ഒരുവിധം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം അവിടെ ആ ഒരു ഊഞ്ഞാലുണ്ട് മക്കളെ. അത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ യമലോകം കാണുമെന്ന് പറഞ്ഞ മാതിരി യമലോകം പരലോകമൊക്കെ ഒരുമിച്ച് കാണാൻ കഴിയും അതിൽ കയറി കഴിഞ്ഞാൽ. പിന്നെ സിപ്പ് ലൈൻ ആയാലും എല്ലാ ഐറ്റംസിലും, അതായത് ഒരുവിധം അഡ്വഞ്ചർ എല്ലാതും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും തണുത്ത് വരച്ച് നിൽക്കണം, മൊത്തത്തിൽ കോട മൂടി. നമുക്ക് നെക്സ്റ്റ് ഡേ അല്ലേ. അപ്പം ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ ടെൻറ്റിൽ നിന്നായിട്ട് കാണാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇന്നും നാളെയും നമ്മളിവിടെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.